നമസ്കാരം. മന്ത്രി രാധാകൃഷ്ണൻ രാജിവെച്ചു. രാധാകൃഷ്ണൻ ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇനി ആരാണ് വരാൻ പോകുന്നത്? രാജീവാണോ, ബാലഗോപാലാണോ, എല്ലാവരെയും മറികടന്നുകൊണ്ട് റിയാസാണോ? മുഖ്യമന്ത്രിക്ക് അടുത്ത് സീറ്റ് ഒരുങ്ങുന്നത് ആർക്കായിരിക്കും? നിയമസഭയിലെ മന്ത്രിമാരുടെ സീറ്റുകളിൽ ഇപ്പോൾ മാറ്റം വരാനുള്ള സാഹചര്യമാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയമസഭയിലെ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. നിലവിൽ CPMലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിൽ കെ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്ക് അടുത്തുള്ള 2ാം നമ്പർ സീറ്റിൽ ഇരുന്നിരുന്നത്. ഇനി 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ MV ഗോവിന്ദനായിരുന്നു 2ാം നമ്പർ സീറ്റിലിരുന്നത്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ഗോവിന്ദൻ ഈ മന്ത്രിസ്ഥാനമൊക്കെ രാജിവെച്ചതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ ആ സീറ്റിലേക്ക് എത്തി. കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടെ ആ സീറ്റിലേക്ക് എത്തുന്നത് ആരായിരിക്കും? അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിയെ കൂടാതെ CPMൽ നിന്നും വ്യവസായ മന്ത്രി P രാജീവ്, ധനമന്ത്രി KN ബാലഗോപാൽ, എക്സൈസ് മന്ത്രി MB രാജേഷ് എന്നിവരാണ് ട്രഷറി ബെഞ്ചിൽ മുൻനിരയിലുള്ളത് എന്നുള്ളതാണ്. ഇവരിൽ ആരാകും ഇനി മന്ത്രിസഭയിലെ 2ാമൻ എന്നാണ് ഇനി അറിയാനുള്ളത്. P രാജീവും KN ബാലഗോപാലും ഒക്കെ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ സീനിയർ ഇവർ തന്നെയാണ്. ഇരുവരും മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്നവരുമാണ്. അതിനാൽ ഇവരിൽ ആരെങ്കിലും 2ാം കസേരയിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള ഒരാളുണ്ടല്ലോ, മുഹമ്മദ് റിയാസ് ആ സീറ്റിലേക്ക് എത്തുമെന്നുള്ള ഒരു സംസാരം കൂടി നടക്കുന്നുണ്ട്. റിയാസിൻ്റെ കാര്യത്തിൽ പല തീരുമാനങ്ങൾ CPMൽ പുതുമയുള്ളതായിരുന്നു. ബേപ്പൂരിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് VKC മുഹമ്മദ് കോയയുടെ മാറ്റി റിയാസിനെ മത്സരിപ്പിച്ചതിൽ തുടങ്ങുന്നതാണ് ആ നീക്കങ്ങൾ നടന്നത്. ആദ്യമായി MLA ആയ റിയാസിനെ മന്ത്രിയാക്കി സുപ്രധാന വകുപ്പുകൾ ഏൽപ്പിച്ചപ്പോൾ ഷംസീർ അടക്കമുള്ളവർ നമുക്കറിയാമല്ലോ, അവർ നോക്കുകുത്തികളായി നിൽക്കുകയായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിയാസ് എത്തിയപ്പോൾ വർഷങ്ങളായിട്ട് ഈ CPM സംസ്ഥാന സമിതിയിൽ അടക്കം ഇതിനകത്ത് പ്രവർത്തിച്ചവർക്ക് കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ഇതേ രീതി തുടർന്നാൽ റിയാസ് 2ാം നമ്പർ കസേരയിൽ എത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2ാം നമ്പർ കസേരയിൽ എത്തിയില്ലെങ്കിലും മുൻനിരയിൽ റിയാസ് എത്തുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ 2ാം നിരയിലെ ആദ്യ സീറ്റാണ് റിയാസിന് നൽകിയിരിക്കുന്നത്. കനത്ത പരാജയത്തിന് ശേഷമുള്ള CPMൻ്റെ ആദ്യ സംസ്ഥാന നേതൃയോഗം അവിടെ നടന്നു. കഴിഞ്ഞ ദിവസം നടക്കുമ്പോഴൊക്കെ ഇത് തന്നെയാണ് തോൽവിയുടെ കാരണത്തിലെ പ്രാഥമിക ചർച്ചകളിലൊക്കെ കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയാക്കണമെന്നതിലടക്കം ചർച്ചകൾ നടന്നു. അവിടെ മാനന്തവാടിയുടെ MLAയും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള OR കേളുവിൻ്റെ പേരിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങളടക്കം പരന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാകുമെന്നാണ് ഞാൻ മുമ്പൊരു വാർത്ത ചെയ്തിരുന്നു. അത് മന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകളുടെ കാര്യത്തിലുമൊക്കെ വലിയ ചർച്ചയുണ്ടാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പിണറായിയുടെ മനസ്സിൽ എന്താണോ അതിന് അംഗീകാരം എന്നതാണ് സ്ഥിതിവിശേഷം. അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അടിയന്തര തീരുമാനം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയൊക്കെ വകുപ്പുകളിലൊക്കെ ചില അഴിച്ചുപണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഴിച്ചുപണികൾ പ്രതീക്ഷിക്കലല്ല, അഴിച്ചുപണികൾ നടക്കും. രാധാകൃഷ്ണൻ്റെ ഒരു ഒഴിവ് കൊണ്ടല്ല, KK ശൈലജ അടക്കമുള്ളവർ മന്ത്രിസഭയിലേക്ക് വന്നാലും അതിൽ നമ്മൾ കാരണം അങ്ങനെ ഞെട്ടേണ്ട സാഹചര്യമല്ല. കാരണം രാധാകൃഷ്ണൻ്റെ ഒഴിവിലേക്കല്ല ഈ കാര്യം പറയുന്നത്. രാധാകൃഷ്ണൻ മാത്രം ആലത്തൂരിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ ഒരേ ഒരു മന്ത്രി. പക്ഷേ ഇവിടെ CPMൽ പരിണതപ്രജ്ഞനായ നേതാവായ പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നത് KK ശൈലജയെ കൂടി ലോക്സഭയിലേക്ക് അയക്കണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഒപ്പം തന്നെ CPMൽ ഒരു മുറുമുറുപ്പുണ്ടാകും, ഒരു വിവാദമുണ്ടാകും, വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നൊന്നും ഈ CPMൻ്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അദ്ദേഹം കരുതിയിരുന്നത് താൻ പറയുന്നതൊക്കെ കേട്ട് തന്നെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകും. അതിപ്പോഴും ഉണ്ടില്ല എന്നുള്ളതല്ല. പക്ഷേ ചിലരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് G സുധാകരനെ പോലുള്ള, തോമസ് ഐസക്കിനെ പോലുള്ള, കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ചിലരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ആവശ്യമാണ്. കാരണം പാർട്ടി എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനല്ല, പിണറായി വിജയൻ്റെ പിതൃസ്വത്തുമല്ല ഈ പറയുന്ന ഇതൊന്നും, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലുമല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് പറയപ്പെടുന്നത്, പാർട്ടി എന്ന് പറയപ്പെടുന്നത് ജീവൻ ചോരയും നൽകി വളർത്തി വലുതാക്കിയ ഒരു കൂട്ടം ആൾക്കാരുടേതാണ്, ഒരു വ്യക്തിയുടേതല്ല. എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ചു തന്നെ മതിയാകും. ലീഡറായി നിന്ന് നയിച്ച ആൾ തോറ്റു തുന്നം പാടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, രാജിവെക്കുക എന്നുള്ളതാണ്. അതിൽ പരം ഒന്നുമില്ല ചെയ്യാൻ. അത് മര്യാദയും അന്തസ്സുമാണ്. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പാർട്ടി തൻ്റെ വരുതിയിലാണ് എന്നും പാർട്ടിക്കാൾ തൻ്റെ വരുതിയിലാണെന്നും താൻ പറയുന്നത് മാത്രമാണ് പാർട്ടിക്കാരും പാർട്ടിയും ചെയ്യേണ്ടതുമെന്നുള്ള തൻ്റെ അഹന്തയും ഏകാധിപത്യവും വീണ്ടും തുടരുന്നുവെന്നാണ് അർത്ഥം. തൻ്റെ മരുമകനെ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിണറായി വിജയൻ പടിയിറങ്ങുക എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ പാർട്ടി കമ്മ്യൂണിസ്റ്റാണ് സഖാവേ, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി കീജയ് വിളിക്കും,
വ്യക്തിപൂജ നടത്തും, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും, ഇല്ല എന്ന് പറയുന്നില്ല. അത് നിങ്ങളോടുള്ള ആരാധന കൊണ്ടല്ല, നിങ്ങളോടുള്ള വെറുപ്പോ ഭയമോ കൊണ്ടല്ല. പകരം നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് ഈ പുതുതലമുറ അടക്കം വിശ്വസിക്കുന്നത് കൊണ്ടാണ് സഖാവെ നിങ്ങളെ ഇപ്പോഴും പാർട്ടിയിൽ വെച്ചു പൊറിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ഈ പാർട്ടി ഒന്ന് ഉദിച്ചുണർന്നാൽ നിങ്ങളില്ല, പിണറായി വിജയന് രാജിയില്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളെ നാണം കെടുത്തുവാനോ പറഞ്ഞയക്കാനോ ഇറക്കി വിടുവാനോ ഈ പാർട്ടിക്കാർ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ ഇന്നും ഈ പാർട്ടിക്ക് ഉള്ളിൽ പാർട്ടിക്ക് അതീതനായി മുഖ്യമന്ത്രിയായി ഇവിടെ ഇരിക്കുന്നത് എന്ന് മറന്നു പോകരുത്.